ഹേ ഗൈസ്, ഞങ്ങളിപ്പോൾ ഇന്നൊരു ടാറ്റ പോവുക കേട്ടോ. ഈ വണ്ടിയും കൊണ്ടല്ല കേട്ടോ, ഇതിലിരുത്തോണെ ആൾ കുറച്ച് അടങ്ങിയിരുന്നോളും. ആ സമയം കൊണ്ട് എനിക്ക് റെഡിയാകാമല്ലോ. അങ്ങനെ കിച്ചണിന് ഒരു ബോക്സൊക്കെ കൊടുത്ത് പറ്റിച്ച് ഞാൻ അവിടെ ഇരുത്തി കേട്ടോ. അതിനുശേഷം ആൾക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചു, കിച്ചൂടിനെ റെഡിയാക്കി. അങ്ങനെ ഞങ്ങൾ റെഡിയായി കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ കിച്ചൂടിൻ്റെ ഔട്ട്ഫിറ്റ്, കൊള്ളാമോ? അങ്ങനെ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിയും അച്ഛനും വന്നിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് പോത്തീസിലേക്കായിരുന്നു കേട്ടോ. ഇന്ന് നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് പോയത്. അതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു. കാർ പാർക്കിംഗ് ഒക്കെ അടുത്തൊന്നും കിട്ടിയില്ല, ഇച്ചിരി ദൂരെയാണ് കിട്ടിയത്. പിന്നെ എന്തായാലും ഭാഗ്യത്തിന് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പോത്തീസിന് തന്നെ വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ കയറി നേരെ അവിടെ പോയി ഇറങ്ങി. കുറച്ച് പോരാന്നേരം ആ വണ്ടി കിട്ടി കേട്ടോ. അതുകൊണ്ടായാലും നടന്നും എടുത്തില്ല. ആ ചെന്നപ്പം എന്താണ്ട പൊളി തിരക്ക്, ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര തിരക്ക്. എന്തായാലും ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. വന്ന കാര്യം നടത്തിയിട്ട് പോകാൻ നിർത്തി ഞങ്ങൾ അകത്തോട്ട് കയറി. അകത്തൊന്നും നിന്ന് തിരിയാനിടയില്ല കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് കിഡ്സിന്റെ ഏരിയയിലേക്കായിരുന്നു. അവിടുന്ന് മോന് കുറച്ച് ഡ്രസ്സൊക്കെ ചൂസ് ചെയ്ത് കേട്ടോ. ആളും ഭയങ്കര ഡ്രസ്സ് ചൂസിങ് ആയിരുന്നു. ഓണക്കോടി കിട്ടുമല്ലേ, അതിന്റെ സന്തോഷത്തിലായിരുന്നു ആള്. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി വേറൊരു ഷോപ്പിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം കിച്ചുന്റെ സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങി കേട്ടോ. ആൾക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി. ആള് മമ്മിക്കിട്ട് നല്ല അടിയും ഇടിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, പാവം മമ്മി. അതിനുശേഷം നേരെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കഴിക്കാൻ പോയി. അവിടെ ചെന്നു ഇതേ പോസ്റ്റ്. 1 മണിക്കൂറായിട്ട് ഇരുന്നപ്പോഴാണ് ഫുഡ് വന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് കിച്ചുവിന് ഇച്ചിരി ആക്റ്റീവായിരുന്നു കേട്ടോ. ഒരു വാട്ടർ ബോട്ടിൽ കിട്ടി. കുറെ നേരം പുള്ളി അതുമായിട്ട് കളിച്ചിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ വഴക്ക് തുടങ്ങി. പിന്നെ ഫുഡൊക്കെ വന്നപ്പോഴത്തേക്ക് എന്റെ കിച്ചൂട്ടൻ ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ആൾക്ക് ഈ ഫുഡൊന്നും കൊടുക്കാനും പറ്റത്തില്ല. ലേറ്റ് ആയാലും ഫുഡൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടയും കബാബും മട്ടൻ കറിയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പുറത്തുനിന്ന് വന്ന് ചായ കുടിച്ചു കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സി യു.